പക്ഷെ അവിടെ ചെന്ന് കമ എന്നൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഈ വാചകം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? എന്താണ് ഈ കമ? ഒരക്ഷരമാണോ അല്ലെങ്കിൽ ഒരു വാക്കാണോ? നമ്മുടെ കേരളത്തില് പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു 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 അക്ഷരസംഖ്യാ കോഡാണ് ഈ കടപ്പയാതി അഥവാ പരൽപേര് അഥവാ അക്ഷരസംഖ്യ എന്നത്. എന്താണെന്നല്ലേ ദേ പറയാം കേട്ടോ. സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആശയവിനിമയ സമ്പ്രദായമാണത്. നമ്മുടെ മലയാളത്തിലെ 51 അക്ഷരങ്ങൾക്ക് പകരം 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ നൽകി എഴുതുന്ന ഒരു രീതി. നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് ഭാഷ എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു രീതി. സംഖ്യകളെ എളുപ്പം ഓർത്തു വയ്ക്കത്തക്ക വിധം വാക്കുകളായും അല്ലെങ്കിൽ കവിതകളുമായൊക്കെ ഇങ്ങനെ മാറ്റി എഴുതുന്ന ഒരു സമ്പ്രദായമാണിത്. പ്രധാനമായും നമ്മുടെ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, തച്ചുശാസ്ത്രം, ആയുർവേദം എന്നീ മേഖലകളിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. യുദ്ധവേളകളിലൊക്കെ ഈ മാർത്താണ്ഡവർമ്മയും പാലിയത്തച്ഛനും ഒക്കെ തമ്മിൽ രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ഈ കടപയാതി രേഖകളിലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ കോഡിംഗ് നടത്തുന്നത് നോക്കാം. അതായത് ക മുതൽ ഇങ്ങോട്ട് പോരും, ക ഖ ഗ ഖ ങ എന്ന് പറഞ്ഞു പോരും. ക എന്നതിന് 1 മൂല്യം. അടുത്ത അക്ഷരമായ ഘായ്ക്ക് 2, ഗ 3, ഇഖ 4, ങ 5, ച 6, ജ 8, ഇച്ഛ 9, ഞാ വരുമ്പോൾ 0 ആകും. വീണ്ടും ഇതിങ്ങനെ ട ഇഠ ഡ ഇഠ നായിലെത്തുമ്പോൾ ട 1, ണ 5, പിന്നെ അതുപോലെ തന്നെ ത 6, ഥ 7, ദ 8, ഇഥ 9, ന വരുമ്പോൾ 0. വീണ്ടും പ ഇഫ ഭ ഇഫ മ വരുമ്പോൾ 5 വന്ന് നിൽക്കും. പിന്നെ യ എന്നുള്ളതിന് 1 എന്നുള്ള മൂല്യമാണുള്ളത്. യ 1, ര 2, ല 3, വ 4, ഷ 5, ഷ എന്നതിന് 6, സായിക്ക് 7, ഹായിക്ക് 8, ളായിക്ക് 9, ഴ റ എന്നിവയ്ക്ക് 0 മൂല്യമുള്ളത്. സ്വരാക്ഷരങ്ങൾക്കെല്ലാം തന്നെ 0 മൂല്യം വരുന്നത്. കൂട്ടക്ഷരങ്ങളിൽ അവസാനത്തെ അക്ഷരത്തിന് മാത്രം വില വരും. അതായത് ഇപ്പോൾ നമ്മൾ ഇത്ത എന്ന് എഴുതുവാണ്, അതായത് ശക്തം എന്നുള്ളതിൽ ആ ഇത്ത എന്നുള്ളതിൽ ക എന്ന് വരുന്നതിന് മൂല്യമില്ല, അതിൽ തയ്ക്ക് മാത്രമാണ് വില വരുന്നത്. ചില്ലക്ഷരങ്ങൾക്കും വില ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ കൺവേർഷൻ നടത്തിയതിന് ശേഷം അർത്ഥവത്തായ വാക്കുകൾ ഉണ്ടാക്കി വലത്തു നിന്നും ഇടത്തേക്കാണ് വായിക്കുന്നത്. അത് പ്രകാരം ക മ എന്നത് കായ്ക്ക് മൂല്യം 1, മായ്ക്ക് മൂല്യം 5. അതൊന്ന് തിരിച്ചു വായിച്ചു നോക്കിയേ. 51, അതായത് മായ്ക്ക് 5, കായ്ക്ക് 1. അപ്പൊ അത് നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചാ വായിക്കുക. അപ്പൊ അങ്ങനെ തിരിച്ചു വായിച്ചാൽ എത്ര വരും? 51. അതെ, മലയാളത്തിലെ 51 അക്ഷരങ്ങളിൽ ഒരക്ഷരം പോലും മിണ്ടരുത് എന്നാണ് കൽപ്പന. അതാണ് ക മ എന്ന ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. കമലം. കമലത്തിന്റെ മൂല്യം വരുന്നത് 351. അതായത് ക എന്നതിന് 1, മാ എന്നതിന് 5, ല എന്നതിന് 3. തിരിച്ചു വായിക്കൂ. 351. ഭാരതം 624. അതായത് ഭ എന്നതിന് 4, ര എന്നതിന് 2, ത എന്നതിന് 6. തിരിച്ചു വായിക്കുമ്പോൾ 6, 2, 4, 624. രഹസ്യം, അതിൻ്റെ ഇത് 182 എന്നതാണ് കോഡ്. ര എന്നതിന് 2, ഹായ്ക്ക് 8, യായ്ക്ക് 1. തിരിച്ചു വായിക്കുമ്പോൾ 182 വരും. രാജ്യരക്ഷ എന്നതിന് 6212 എന്നാണ്. അതായത് രാ എന്നതിന്റെ മൂല്യം 2, യാ എന്നതിന്റെ മൂല്യം 1, രായ്ക്ക് വീണ്ടും 2 മൂല്യം വരുന്നു, ഷാ വരുമ്പോൾ 6 വരുന്നു. അങ്ങനെ 6212. നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങളിലെ ദിവസങ്ങളുടെ എണ്ണം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തന്റെ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പലഹാരേ പാലു നല്ലു പുലർന്നാലോ കലക്കില, ഇല്ല പാലെന്ന് ഗോപാലൻ ആംഗ്ലമാസം ദിനം ക്രമാൽ. ഇവിടെ പല എന്നാൽ 31, ഹാരേ 28, പാലു എന്നത് 31, നല്ലു എന്നത് 30, പുലർ എന്നത് 31, നാലോ എന്നുള്ളത് 30, കല എന്നത് 31, കിലാം 31, ഇല്ല 30, പാലെ 31, നുഗോ 30, പാലൻ 30.
എത്ര രസകരമായ, എത്ര മനോഹരമായ ഒരു ഡീകോഡിംഗ് ആണല്ലേ ഇവിടെ നടക്കുന്നത്, ഒരു കോഡിംഗ് ആണല്ലേ ഇവിടെ നടക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ചും കൂടി ഒരു ഉദാഹരണം പറയാം. കർണാടക സംഗീതത്തിലെ 72 മേളകർത്താ രാഗങ്ങളുടെ പേരുകൾ നമ്മുടെ ഈ കടപയാധിയിലാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഉദാഹരണം നോക്കാം. കനകാംഗി, കായ്ക്ക് 1, നായിക്ക് 0, അതായത് 1ാമത്തെ രാഗമാണത്. ഖരഹരപ്രിയ, ഖ ര 2 2 മൂല്യം, 22ാമത്തെ രാഗമാണ്. ധീരശങ്കരാഭരണം, ധായ്ക്ക് 9, രായ്ക്ക് 2, 29ാമത്തെ രാഗം, അതായത് ധായ്ക്ക് 9, രായ്ക്ക് 2, അപ്പൊ തിരിച്ചു വായിക്കുമ്പോൾ 29ാമത്തെ രാഗമാണത്. ഹരികാംബോജി, ഹ എന്നതിന് 8ഉം രാ എന്നതിന് 2ഉം, അതായത് 28ാമത്തെ രാഗം. ഇനി നമുക്ക് വിദ്യാരംഭത്തിൽ നമ്മൾ കുറിക്കുന്ന ഹരിശ്രീ ഗണപതയേ നമ ആ ശ്ലോകം കടപയാധിയിലേക്ക് മാറ്റിയാൽ മലയാള ഭാഷയിലെ അക്ഷരങ്ങളുടെ എണ്ണമാണ് ലഭിക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? അതായത് 51 അക്ഷരാളി എന്നാണ് പറയുന്നത്. ഹ രി എന്നതിന് 28, ശ്രീ എന്നത് 2, ഗ എന്നതിന് 3 മൂല്യം, ന എന്നതിന് 5 മൂല്യം, പ എന്നതിന് 1, ത എന്നതിന് 6, യ എന്നതിന് 1, ന എന്നതിന് 0, മ എന്നതിന് 5. അപ്പോൾ 28 + 2 + 3 + 5 + 1 + 6 + 1 + 0 + 5 = 51. മഹാകവി ഉള്ളൂർ മരിച്ചപ്പോൾ കൃഷ്ണവാര്യർ എഴുതിയ ശ്ലോകത്തിൽ അതിൻ്റെ ആ പേര് നൽകിയത്, ആ ശ്ലോകത്തിന് പേര് നൽകിയത് ദിവ്യ തവ വിജയം എന്നാണ്. ദായുടെ മൂല്യം കടപയാധിയിൽ പറയുന്നത് ദായ്ക്ക് മൂല്യം 8, യായ്ക്ക് 1, ത എന്നതിന് 6, വ എന്നതിന് 4, വീണ്ടും വ റിപ്പീറ്റ് വരുമ്പോൾ 4, ജ എന്നതിന് 8, യ എന്നതിന് 1, അതായത് മൂല്യം വരുന്നത് 1 8 4 4 6 1 9 എന്ന കലിദിന സംഖ്യ. അത് നമ്മൾ ക്രിസ്തു വർഷമാക്കിയാൽ എന്താ കിട്ടുക? 1949 ജൂൺ 15 ലഭിക്കുക. അതായത് ഉള്ളൂരിന്റെ ചരമദിനം അതിൽ നിന്ന് കിട്ടും. നമ്മുടെ നാടിന്റെ പൈതൃകമായ അല്ലെങ്കിൽ അത്ഭുതാവഹമായ ഇത്തരം അറിവുകൾ എത്ര പേർക്കറിയാം? എനിക്ക് തോന്നുന്നു അധികം ആരും തന്നെ ഇത് കേട്ടിട്ടുണ്ടാവില്ല. എനിക്കും ഇപ്പോൾ അടുത്ത് കിട്ടിയ ഒരു അറിവാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ കമ എന്നൊരു അക്ഷരം പോലും പറയരുത് എന്ന് പറഞ്ഞാൽ, കമ എന്നത് ഒരക്ഷരമല്ല. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ 51 അക്ഷരങ്ങളിൽ ഒരക്ഷരം പോലും മിണ്ടരുത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ അറിവ് എന്തായാലും ഒട്ടേറെ പേർക്ക് പുതുതാണ് എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.